കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വമ്പൻ നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആയി ആചരിക്കുക എന്നുള്ളതായിരുന്നു അത്. ഇതിനെതിരെ പല ആൾക്കാരും രംഗത്തെത്തി. ഇവരെല്ലാം നന്മമരം കളിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ് ഈ വിഭജനത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ മേൽ വാരി വിതറുന്നത് എന്നുള്ളതാണ്. ഇത് കൂടുതൽ ഒരു വിദ്വേഷത്തിന് കാരണമാവുകയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം വിഭജനം എന്തായാലും ഉണ്ടായി, അതിൻ്റെ ഓർമ്മകൾ മറക്കാനല്ലേ ശ്രമിക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം. ഈ പ്രതിപക്ഷം തന്നെയാണ് ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ വെട്ടിക്കൊന്ന ഹിന്ദുക്കളെ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്, അതെല്ലാം സംഘപരിവാറാണ് എന്ന് പറഞ്ഞ് ഇവർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതും എമ്പുരാൻ പോലെയുള്ള സിനിമകൾ എടുത്ത് ഇപ്പോഴും മുസ്ലിം സമൂഹത്തെ ഹിന്ദുക്കളെ നോക്കി വലിയ രീതിയിൽ വിദ്വേഷം പരത്താനായി പ്രേരിപ്പിക്കുന്നതും. എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെയല്ല, ഞങ്ങൾ സംഘപരിവാറിന് നേരെയാണ് ഇവർ പറയുന്നതെങ്കിൽ ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഹിന്ദുക്കൾ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റാലിൻ്റെ, ഈ ഇന്ത്യ സഖ്യത്തിലെ സ്റ്റാലിൻ്റെയൊക്കെ പ്രസ്താവന, സനാതന ധർമ്മത്തെ സമ്പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്നുള്ള സ്റ്റാലിൻ്റെയും കമലഹാസൻ്റെയൊക്കെ പ്രഖ്യാപനം. എന്തായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചതും ഇപ്പോഴും അവർ പല ആൾക്കാരുടെയും ചെവികളിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ഒരു വലിയ തിരിച്ചടി ഇവന്മാർക്ക് നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്താണ് വിഭജനം എന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് വലിയ ധാരണയില്ല. നോർത്ത് ഇന്ത്യൻസിന് അറിയാം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന്, കാരണം നമ്മൾ അതിൻ്റെ ഗ്രാവിറ്റി അറിഞ്ഞിട്ടില്ല. 75,000 ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, 25 ലക്ഷത്തിലേറെ പേർ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ലോകത്ത് ഇങ്ങനെ ഒരു കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് നടന്നത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലാണ്. അതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ല, ഓർക്കാൻ കോൺഗ്രസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വലിയ നീക്കം ഉണ്ടായിരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തോടെ വിഭജനത്തിൻ്റെ ഉണങ്ങാത്ത മുറിവ് കൂടി ലഭിച്ചു. ഇത് എല്ലാ വർഷവും രാജ്യത്തെ ജനങ്ങൾക്ക് വേദന നൽകുന്നു. വിഭജന സമയത്ത് നടന്ന കൂട്ടക്കൊലകളും കൊള്ളയടിക്കലുകളും കോടിക്കണക്കിന് ആളുകളെ മാത്രമല്ല അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഈ വിഭജനത്തിൻ്റെ വേദന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായി 79ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് NCERT ഒരു പുതിയ സിലബസ് പുറത്തിറക്കി. അതിൽ വിഭജനത്തിന് ഉത്തരവാദികളായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കോൺഗ്രസ് ആണ്. അത് അങ്ങനെ ഇനി മുതൽ ഈ വിഭജനം എന്താണെന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഓഗസ്റ്റ് 14 വിഭജന ഭീകരത ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് NCERT പ്രത്യേക സിലബസ് പുറത്തിറക്കി. ഈ സിലബസ് അനുസരിച്ച് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ആഘാതം അക്കാലത്ത് മാത്രമല്ല വർത്തമാനകാലത്തും കാണാം. അതിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളാകുന്നത്, POK തർക്കം, പ്രതിരോധ ബജറ്റിലെ വർധനവ് എന്നിവ പ്രധാനമായും കാണാൻ സാധിക്കും. NCERTയുടെ പുതിയ സിലബസ് രസകരമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് വിദ്യാർത്ഥികളെ വിഭജനത്തിൻ്റെ വേദനയെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇന്ത്യയുടെ വിഭജനത്തിന് ഉത്തരവാദികളായ ചരിത്രത്തിലെ 3 വലിയ പേരുകൾ പുതിയ NCERT മോഡ്യൂളുകളിൽ ഉൾപ്പെടുത്തുന്നു. ആദ്യ പേര് പാകിസ്ഥാന്റെ പിതാവായി കാണപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയാണ്. രണ്ടാമത്തെ പേര് കോൺഗ്രസ്, മൂന്നാമത്തെ പേര് ലോർഡ് മൗണ്ട് ബാറ്റൺ. ഈ 3 പേരാണ് ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുനിന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. NCERT മോഡ്യൂൾ അനുസരിച്ച് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം സൃഷ്ടിക്കണമെന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആവശ്യത്തിന് വഴങ്ങാൻ കോൺഗ്രസ് പാർട്ടി സമ്മതിച്ചു. തുടർന്ന് വിഭജന പ്രക്രിയ മുഴുവൻ മൗണ്ട് ബാറ്റൻ പ്രഭു വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. ഇന്ത്യ വിഭജനം ആവശ്യമായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണോ എന്ന വിഷയവും ഈ പുതിയ NCERT സിലബസ് കൈകാര്യം ചെയ്യുന്നു. ആ സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ വിഭജനം ആവശ്യമായിരുന്നില്ല, പക്ഷേ തെറ്റായ ആശയങ്ങളും സാഹചര്യങ്ങളും മൂലമാണ് ഈ വിഭജനം നടന്നതെന്ന് സിലബസ് പറയുന്നു. പാകിസ്ഥാനെക്കുറിച്ചുള്ള ജിന്നയുടെ നിർബന്ധത്തിന് കോൺഗ്രസ് വഴങ്ങി അത് സ്വീകരിച്ചു. ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള സമാധാനപരമായിട്ടുള്ള മാർഗമാണിതെന്ന് മഹാത്മാഗാന്ധി ഈ വിഭജനത്തെ എതിർത്തിരുന്നുവെങ്കിലും പറഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.